2014 കണ്ണീരായിരുന്നു. 2022 അത് പുഞ്ചിരിയായി. 2026 അത് വീണ്ടും ഒരു സ്വപ്നയാത്രയുടെ തുടക്കമായി. ലയണൽ മെസ്സിയുടെ ലോകകപ്പ് കഥയിൽ ഓരോ അധ്യായത്തിനും ഓരോ വികാരമുണ്ട്. മെസ്സിയുടെ ലോകകപ്പ് യാത്രയെ 3 ചിത്രങ്ങളിൽ വരയ്ക്കണമെങ്കിൽ ഒന്നിൽ കണ്ണീരും, രണ്ടാമത്തേതിൽ പുഞ്ചിരിയും, മൂന്നാമത്തേതിൽ പ്രതീക്ഷയും ആയിരിക്കും. 2014 ജൂലൈ 13 റിയോയിലെ മാരക്കാന സ്റ്റേഡിയം. ശ്വാസമടക്കി നിന്ന രാത്രി, ലോകം കാത്തിരുന്ന ഫൈനൽ. അർജന്റീനയും ജർമ്മനിയും നേർക്കുനേർ. ആദ്യം ഗോൺസാലോ ഹിഗ്വൈന് കിട്ടിയ സുവർണ അവസരം. ഗോൾ കീപ്പറെ മാത്രം മറികടന്നാൽ മതി, പക്ഷേ പന്ത് പോസ്റ്റിന് പുറത്തേക്ക്. മെസ്സിയുടെ ഇടതുകാലിൽ നിന്ന് വന്ന ഷോട്ട്. നിമിഷ നേരം മുഴുവൻ അർജന്റീന എഴുന്നേറ്റ് നിന്നു, പക്ഷേ പന്ത് വലയെ ചുംബിച്ചില്ല. കളി അധിക സമയത്തേക്ക് നീണ്ടു. 113-ാം മിനിറ്റിൽ ആന്ദ്രേ ഷുർലയുടെ ക്രോസ്. ബോക്സിലേക്ക് കുതിച്ചെത്തിയ മരിയോ ഗോഡ്സെ നെഞ്ചിൽ പന്ത് നിയന്ത്രിച്ച് ഇടതുകാലിൽ വോളി. പന്ത് വലയിലേക്ക്. ആ നിമിഷം ജർമ്മനി ആഘോഷത്തിലേക്ക് ഓടിയപ്പോൾ അർജന്റീന നിശബ്ദമായി. കളി അവസാനിച്ചു. ഗോൾഡൻ ബോൾ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും ലോകകപ്പ് ഇല്ലായിരുന്നു മെസ്സിയുടെ കയ്യിൽ. ആ രാത്രിയിൽ മെസ്സിയുടെ കണ്ണുകളിൽ ലോകം കണ്ടത് ഒരു ഇതിഹാസ താരത്തിൻ്റെ കണ്ണീരായിരുന്നു. ഗോൾഡൻ ബോൾ ഏറ്റുവാങ്ങാൻ മെസ്സി നടന്നു കയറിയ ആ ദൃശ്യങ്ങൾ ഇന്നും ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലുണ്ട്. മെസ്സി ആഗ്രഹിച്ചത് ഒരു ട്രോഫി മാത്രമാണ്, ലോകകപ്പ്. 2022 ഡിസംബർ 18 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയം. ഇത്തവണ വിധി മറ്റൊരു തിരക്കഥ എഴുതി. മെസ്സിയുടെയും ഡി മരിയയുടെയും ഗോളുകളിൽ അർജന്റീന 2-0 മുന്നിൽ. പിന്നീട് കിലിയൻ എംബാപ്പയുടെ കൊടുങ്കാറ്റ് 2-2. അധിക സമയത്ത് മെസ്സി വീണ്ടും ഗോളടിച്ചെങ്കിലും എംബാപ്പെ ഗോൾ മടക്കി. മത്സരം 3-3. ലോകകപ്പ് ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടം. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ട്. എമിലിയാനോ മാർട്ടിനസിന്റെ നിർണായക സേവുകൾ. അവസാന കിക്ക് വലയിലെത്തിയ നിമിഷം. 8 വർഷം മുൻപ് കരഞ്ഞ മനുഷ്യൻ ലോകകപ്പ് നെഞ്ചോട് ചേർത്ത് ചിരിച്ചു. ആ പുഞ്ചിരിയിൽ 2014 ഓരോ കണ്ണീർ തുള്ളിയുടെയും മറുപടി ഉണ്ടായിരുന്നു. 2026 പലരും പറഞ്ഞു മെസ്സിക്ക് ഇനി ലോകകപ്പ് വേണ്ട. പക്ഷേ മെസ്സി മടങ്ങിയെത്തി. ആദ്യ മത്സരത്തിൽ അർജന്റീന അൾജീരിയയെ 3-0 തോൽപ്പിച്ച് ലോകകപ്പിന് തുടക്കമിട്ടിരിക്കുകയാണ്. പ്രായം 39 ആയെങ്കിലും ഓരോ പാസിലും ഓരോ സ്പർശത്തിലും കളിയുടെ വേഗം നിയന്ത്രിക്കുന്ന ആ പഴയ മാന്ത്രികൻ ഇപ്പോഴും അവിടെയുണ്ട്. ഗോൾ നേടുന്നതിലുപരി ആക്രമണങ്ങളുടെ ഹൃദയമായി അദ്ദേഹം വീണ്ടും മാറിയിരിക്കുകയാണ്. 2014 ലോകം മെസ്സിയുടെ കണ്ണീർ കണ്ടു. 2022 ലോകം മെസ്സിയുടെ പുഞ്ചിരി കണ്ടു. 2026 ലോകം ഒരു ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്. ഈ കഥയ്ക്ക് ദൈവം ഒരിക്കൽ കൂടി സ്വർണ്ണ നിറത്തിലുള്ള ഒരവസാന അധ്യായം എഴുതുമോ? കാരണം ചില ഇതിഹാസങ്ങൾ വിരമിക്കുന്നില്ല. അവർ ഓരോ ലോകകപ്പിലും പുതിയൊരു ഓർമ്മ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.